യാത്രക്കാരുടെ യാത്രാദുരിതത്തിന് ഒടുവിൽ പരിഹാരമാവും. ഹൈവേകളിലെ കുരുക്കു കാരണം കൂടുതൽ യാത്രക്കാർ ട്രെയിനുകളെ ആശ്രയിക്കുകയാണ്. ഇത്തരത്തിൽ ട്രെയിനുകളിൽ റിസർവ് ചെയ്യാത്ത യാത്രക്കാർ ഗണ്യമായി വർദ്ധിച്ചതോടെ ജനറൽ കോച്ചുകളുടെ എണ്ണം കൂട്ടാൻ തീരുമാനമായി. 5 വർഷത്തിനകം 10,000-ഓളം ജനറൽ കോച്ചുകളാണ് വർദ്ധിപ്പിക്കുക. 7,500 സ്ലീപ്പർ കോച്ചുകളും പണിപ്പുരയിലാണ്. പുതുതായി അവതരിപ്പിച്ച അമൃത് ഭാരത്, നമോ ഭാരത് റാപ്പിഡ് ട്രെയിനുകൾ കൂടി ലക്ഷ്യമിട്ടാണിത്. രാജ്യത്ത് 2024-25 651 കോടി യാത്രക്കാരാണ് ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ സഞ്ചരിച്ചത്. എല്ലാ ട്രെയിനുകളിലുമായി 82,200 കോച്ചുകളുണ്ട്. ഇതിൽ ജനറൽ കോച്ചുകൾ 1,250 മാത്രം. ദീർഘദൂര സർവീസുകളിൽ 2-3 ജനറൽ കോച്ചുകളിൽ സാധാരണക്കാർ തിങ്ങി നിറഞ്ഞാണ് യാത്ര. ഇതിനൊരു മാറ്റവുമായിട്ടാണ് അമൃത് ഭാരത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ 11 ജനറൽ കോച്ചുകളുണ്ട്. നമോ ഭാരതിലും സമാന അനുപാതമാണ്. 100 അമൃത് ഭാരത് ട്രെയിനുകൾ കൂടി ഇറക്കാനും തീരുമാനമായി. ജനറൽ കോച്ചുകളിലെ അമിതമായ തിരക്ക് യാത്രക്കാരുടെ സുരക്ഷയ്ക്കും ഭീഷണിയാണ്. കഴിഞ്ഞ ജൂണിൽ മുംബൈയിൽ 2 സബർബൻ ട്രെയിനുകൾ കടന്നുപോയപ്പോൾ ഡോറിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്തിരുന്ന 4 പേർ ഇടയിൽപ്പെട്ട് മരിച്ചിരുന്നു. പലർക്കും സാരമായി പരിക്കേറ്റു. കേരളത്തിലും ട്രെയിനുകളിലെ ജനറൽ കോച്ചുകളിൽ വീർപ്പുമുട്ടലാണ്. കഴിഞ്ഞ ഓഗസ്റ്റിൽ പാലരുവി എക്സ്പ്രസിൽ 3 സ്ത്രീകളും സെപ്റ്റംബറിൽ വേണാട് എക്സ്പ്രസിൽ 2 പേരും കുഴഞ്ഞു വീണു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരിഹാരമായിരിക്കുന്നത്. ഇതോടെ ട്രെയിൻ യാത്ര കൂടുതൽ സുഗമമാകും.